ഈ വരുന്ന മാർച്ച് 19 വ്യാഴാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭാഗ്യകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഈ അധ്യായത്തിൽ ഇന്ന് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ പല മേഖലകളുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി മാറ്റങ്ങളായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാവുക. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളുടെയും ജീവിതത്തിലും നിലവിൽ ചില പ്രത്യേക തരത്തിലുള്ള പ്രതിസന്ധികളും മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അതിനൊരു പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ടാവാം. ചില ആശയക്കുഴപ്പങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടാവാം. 8 നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ ഈ മാർച്ച് 19 വ്യാഴാഴ്ച സംഭവിക്കാൻ പോകുന്ന സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഈ അധ്യായത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ മാർച്ച് 19 വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന പല വ്യക്തികളും ഇപ്പോൾ വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന പലവിധ കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാവാം. അതിനൊരു പരിഹാരം വേണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് സാമ്പത്തിക കാര്യങ്ങളാവാം, ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാവാം, മക്കളുടെ പഠനകാര്യം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളാവാം, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടാവാം. ഇതുകൊണ്ടൊക്കെ തന്നെ സന്തോഷം എന്തെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നവരായിരിക്കും മൂലം, പൂരാടം, ഉത്രാടം രാശിക്കാരിൽ ചിലരെങ്കിലും. ഈ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഇതിലേറ്റവും പ്രധാനമായി ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി തന്നെ വലിയ ഒരു പുരോഗതി വളരെ വേഗത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. അതായത് ഇതിൽ പല മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരും ചില കടബാധ്യതകളിൽപ്പെട്ട് ഇതിനൊരു പരിഹാരം എന്തെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ടാവാം. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾ അധികരിക്കുകയും കടബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതല്ലാതെ വരുമാനത്തിൽ ഒരു വർധനവുണ്ടാക്കുവാനോ ഒരു സമ്പാദ്യം സ്വരുക്കൂട്ടി വെക്കുവാനോ കഴിയാത്തവരായിരിക്കും നിങ്ങൾ. കയ്യിലുള്ള പണമെല്ലാം പല വഴികളിലൂടെ നഷ്ടമാവുകയാണ് നിങ്ങൾക്ക്. എന്നാൽ ഈ ഒരു സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ് തെളിഞ്ഞു വരുന്നത്. ഇതിൽ തന്നെ പല ധനുരാശിക്കാർക്കും ഈ മാർച്ച് 19 വ്യാഴാഴ്ച ചില പുതിയ പദ്ധതികൾ തുടങ്ങുവാനും നിങ്ങൾ മുൻപ് തുടങ്ങി വെച്ചിരുന്ന പദ്ധതികളിൽ, അതായത് ചില നിക്ഷേപ പദ്ധതികളിൽ നിന്നുമുള്ള ലാഭം കൈപ്പറ്റുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതൊരുപക്ഷെ ചിട്ടി പോലുള്ള സംവിധാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിരുന്ന മറ്റേതെങ്കിലും സംരംഭങ്ങൾ വഴിയോ ആവാം. അപ്പോൾ മാർച്ച് 19 വ്യാഴാഴ്ച ധനു രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു ദിവസം തന്നെയായിരിക്കാം. മാത്രമല്ല, മാനസികമായി വളരെയധികം സന്തോഷിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ചില സന്തോഷകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ട്. നമുക്ക് ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഈശ്വരനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുവാനും കൂടി കഴിയുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാവുകയും ആ ഒരു ഭാഗ്യ നേട്ടങ്ങൾ വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വരികയും ചെയ്യുക. പല സന്തോഷ വാർത്തകളും ബന്ധുക്കളിൽ നിന്നും മറ്റും ഉള്ള സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം ഈ രാശിക്കാർക്കുണ്ട്. മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് 19 വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധ്യായം കാണുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ പരാജയപൂർണമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും അനുഭവിച്ചു പോരുന്നത്. അതിൽ നിന്നൊക്കെ വ്യക്തമായ ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ദിവസം കണ്ടു തുടങ്ങാം. അതായത് ഒരു രീതിയിലുള്ള പരസ്പര ധാരണകളുമില്ലാതെ പലപ്പോഴും ജീവിതത്തിൽ കലഹങ്ങളും ഒറ്റപ്പെടലുകളും ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പല വ്യക്തികളും. മാത്രമല്ല, സ്വന്തമല്ലാത്ത തെറ്റുകൾക്ക് വരെ വഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരും ഉണ്ടാവാം. എന്നാൽ അത്തരത്തിൽ ജീവിതത്തിലെ പല സന്തോഷങ്ങളെയും ഇല്ലാതാക്കിയിരുന്ന പല കാര്യങ്ങളും നീങ്ങി വളരെ ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ മാർച്ച് 19 വ്യാഴാഴ്ച. ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആർഭാടകരമായ ചില കാര്യങ്ങൾ കൂടി വന്നു ചേരുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന തരത്തിൽ
തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായേക്കാം. അതൊരുപക്ഷെ നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങുവാനുള്ള യോഗമോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ധനനേട്ടമോ ആകാം. ഇനി ഇതിനെല്ലാം പുറമെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ധനുരാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. ഇനി ഈ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ജീവിതത്തെപ്പറ്റി ദീർഘമായ കാഴ്ചപ്പാടുള്ളവരും ഒപ്പം തന്നെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും അതേ രീതിയിൽ തന്നെ നേടിയെടുക്കുവാൻ വളരെയധികം പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ ഈ അധ്യായം കാണുന്ന പല മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും അവർ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോകുകയോ അല്ലെങ്കിൽ അവ നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിന് വിപരീതമായി പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരോ ആകാം. ഒട്ടനവധി ദുരിതങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ജോലിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും പലവിധ തടസ്സങ്ങളും അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും അവരിപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു ദിവസം മുതൽ വളരെ ഭാഗ്യകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുവാൻ പോകുക. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രതിസന്ധികളാണോ ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ അതിന് ഒരു പരിഹാരം കാണുവാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു ദിവസം കഴിയും. അതൊരുപക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹമില്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട ഈ ഒരു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അതിൽ മികച്ചൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആഗ്രഹിച്ച ജോലിയിലേക്ക് ഇതുവരെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ചില മേടം രാശിക്കാർക്കും അവരുടെ ശ്രമം ഫലം കാണുന്ന ഒരു ദിവസം കൂടിയാണ്. നിങ്ങളുടെ ഉയർച്ചയിലൂടെ നിങ്ങളുടെ കുടുംബവും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രത്യേക സമയത്ത് മേടം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണിത്. കാരണം മക്കളുടെ ജീവിതത്തിൽ നല്ലത് വരുവാനായി നിങ്ങൾ ഈശ്വരനോട് എത്രയേറെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം എന്ന രീതിയിൽ മക്കളുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കാണുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു. വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതായത് വളരെ നാളുകളായി വിവാഹ തടസ്സങ്ങൾ നേരിടുകയും അതുകൊണ്ട് തന്നെ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടാവാം. അവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് ഇനി മുതൽ ഉണ്ടാവാൻ പോകുക. അപ്പോൾ നിങ്ങളിൽ നിലനിന്നിരുന്ന ദോഷങ്ങൾ എന്തു തന്നെയായാലും ആ ഒരു ദോഷമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നകന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും നിങ്ങൾ സ്വപ്നം കാണുന്ന അഭിവൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരവും മംഗളകരവുമായ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുവാൻ സാധ്യതയും കാണുന്നു. ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ചില അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ അവർ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശത്രുദോഷത്തെ പറ്റിയാണ്. കാരണം ശത്രുദോഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതല്ല. അതായത് ജീവിതത്തിൽ നിങ്ങൾ ഒരടി മുകളിലേക്ക് എത്തുവാൻ ശ്രമിക്കുമ്പോൾ പോലും അതിന് നേരെ വിപരീത ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. കാരണം അത്രയേറെ ശത്രുദോഷം നിങ്ങളെ അലട്ടുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകാത്ത തരത്തിൽ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശത്രുക്കൾക്ക് തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ തിരിച്ചടിയാവുകയും നിങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുമുള്ള ശത്രുദോഷവും അകലുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായി വരികയും അതുപോലെ വളരെയധികം മാനസിക സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും മേടം രാശിക്കാർക്ക് നല്ലൊരു ദിവസം തന്നെയാണ് സമ്മാനിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ കാത്തിരുന്ന ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കിയിരുന്ന പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഈ മാർച്ച് 19-ാം തീയതി വ്യാഴാഴ്ച. ഇനി അടുത്തതായി ഈ ഒരു ദിവസം ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന
ഇടവം രാശിക്കാരാണ്. ഇടവം രാശികളിൽ പിറന്ന വ്യക്തികളെപ്പറ്റി പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗം വ്യക്തികളുടെയും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ അതിസങ്കീർണമായ രീതിയിലൂടെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് എന്ന് കാണുവാൻ കാത്തിരുന്ന തരത്തിലായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തെപ്പറ്റി വളരെയധികം പ്രതീക്ഷകൾ വെച്ച് പുലർത്താറുണ്ടെങ്കിലും അവയ്ക്കെല്ലാം വിപരീതമായ ഒട്ടനവധി കാര്യങ്ങളിലൂടെയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ പല ആളുകളും ഇപ്പോഴും മാനസികമായ വിഷമതകൾ അനുഭവിക്കേണ്ടി വരികയും ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ ഒട്ടനവധി മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളവരുണ്ടാകാം. സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തിലെ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന ഇടവം രാശിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കൊണ്ടും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും ഒറ്റപ്പെടലുകളും അകന്ന് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായാണ് അനുഭവത്തിൽ വരിക. ഏറ്റവും പ്രധാനമായി ചില ഇടവം രാശിക്കാർക്ക് ദൂരയാത്രകൾ ചെയ്യുവാനും അതിലൂടെ നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചതിലും മികച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാനുള്ള യോഗവും കാണുന്നു. അതുകൂടാതെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ശക്തിപ്പെടുത്തുവാൻ കഴിയുകയും അതിലൂടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയവും സമാഗതമായിരിക്കുകയാണ്. ചില ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെ കാലമായി പിരിഞ്ഞിരുന്ന ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെയോ വീണ്ടും കണ്ടുമുട്ടുവാനുള്ള യോഗവും അവരോട് ഒരുമിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷം സമയം ചെലവഴിക്കുവാനുള്ള യോഗവും ഉണ്ടാകുന്നതായി കാണുന്നു. ഈ രാശിക്കാർ പലരും സ്വപ്നം കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കർമ്മ മേഖലയിലെ ഒരു ഉന്നമനം എന്നത്. അതായത് ഒരു വളർച്ച കർമ്മ മേഖലയിൽ കാണുവാനായി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയോ ഉന്നമനം നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയോ ചെയ്യുന്നില്ല എന്നൊരു വിഷമവും അലട്ടുന്നവരുണ്ടാകാം. എന്നാൽ നിങ്ങൾ ഈ ശ്രമം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹത്തിനൊത്ത ഒരു അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും സംഭവിക്കുക. കർമ്മ മേഖലയിലെ ഉന്നമനങ്ങൾ മാത്രമല്ല, ഇടവം രാശിക്കാർക്ക് സാമ്പത്തികമായി ഒട്ടനവധി നേട്ടങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. അതായത് ഇതിൽ ചില ഇടവം രാശിക്കാർക്ക് ഇപ്പോഴുള്ള കടബാധ്യതകളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും അപ്രതീക്ഷിത ധനം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ബിസിനസ്സിൽ കൂടുതൽ ലാഭം വരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ പോകുന്നതായും കാണാൻ സാധിക്കും. ആ ഒരു ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണുവാനുള്ള ഒരു കാരണമായും ആ ഒരു നേട്ടം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതോടൊപ്പം തന്നെ ശുക്രന്റെ ഈ ഒരു പ്രഭാവത്താൽ ഇടവം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കും പഠന കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് തെളിയുക. അതുകൊണ്ട് തന്നെ ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ മക്കളുടെ പഠനകാര്യത്തെപ്പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഈ ഒരു ദിവസം ഉണ്ടാവുക. മക്കളിൽ മാത്രമല്ല, ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പല ശുഭകാര്യങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഇനി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ചില ഇടവം രാശിക്കാർക്ക് പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളുമൊക്കെ അനുഭവിക്കുവാനുള്ള യോഗവും കരസ്ഥമാക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കച്ചവട രംഗത്തും ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ വരുമാന മാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നേട്ടമായിരിക്കും ഈ ഒരു ഭാഗ്യസമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ തെളിയുക. ആരോഗ്യ കാര്യത്തിലും ഈ ഒരു ദിവസം അനുകൂലം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യകരമായ ഒട്ടനവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 8 നക്ഷത്ര ജാതകർക്കും നിങ്ങൾക്ക് തന്നെ അവിശ്വസനീയമായ ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയത്തിന്റെ തുടക്കമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എവർക്കും നന്ദി, നമസ്കാരം.